യുടെ എൻജിൻ, അതായത് നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ആ ഡീസൽ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയുടെ എൻജിൻ വെച്ചാലും മതി ഇതിൻ്റെ ഹൈഡ്രോളിക്സ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ആ ഒരു ഓട്ടോറിക്ഷയുടെ എൻജിൻ്റെ ഡ്രൈവിൽ നിന്ന് തന്നെ ഏകദേശം നമുക്കൊരു 6 ടണ്ണ് പൊക്കാനുള്ള ഹൈഡ്രോളിക് ശക്തി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ചെയിനിലല്ല, എക്സ്കവേറ്ററിൻ്റെ തന്നെ ട്രാക്ക് മോട്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ട്രാക്ക് മോട്ടർ തിരിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാക്കിലുള്ള ഈ റോഡ് റോളറിന് നമ്മൾ ഉണ്ടാക്കുന്ന വീലുകൾ പോലെയുള്ള ഒരു സിംഗിൾ വീലാണ്. അപ്പോൾ ഈ മെഷീൻ മറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് വീലുകൾ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക്, അതായത് ഈ പിന്നിലാണ് ഇതിൻ്റെ ജോയിൻറ്റ് വന്നിരുന്നത്. അപ്പോൾ നമുക്കിത് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതായത് സ്റ്റിയറിങ്ങിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ